വയനാട്ടിലെ പുൽപ്പള്ളിയിൽ വന്യജീവി ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പുൽപ്പള്ളിയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രതിഷേധവുമായി നഗരത്തിലേക്ക് എത്തിയത്. പോലീസ് വാഹനത്തിന് നേരെയും വനംവകുപ്പിന്റെ ജീപ്പിന് നേരെയും പ്രതിഷേധക്കാർ ആക്രമണം നടത്തിയിരുന്നു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ജനങ്ങളോട് സംസാരിക്കാനെത്തിയ ജനപ്രതിനിധികൾക്ക് നേരെ പ്രതിഷേധക്കാർ കുപ്പി വലിച്ചെറിഞ്ഞു. കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടതിനാൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വൈദികരുടെ സഹായത്തോടെ പോലീസ് നീക്കം നടത്തുകയാണ്. ജനങ്ങളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പോളിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായം നൽകും. 10 ലക്ഷം ആദ്യം നൽകും. ഭാര്യയ്ക്ക് സ്ഥിരം ജോലിയും മകൾക്ക് വിദ്യാഭ്യാസ സഹായവും നൽകാനുള്ള ശുപാർശ ചെയ്യുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. പ്രതിഷേധം കനത്തതോടെയാണ് ഉച്ചയ്ക്ക് 12:50 പോലീസ് ലാത്തി ചാർജ് പ്രയോഗിച്ചത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഇന്നലെ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി ടൗണിൽ പൊതുദർശനത്തിന് വെച്ചാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്.